ഇന്നലെയൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് പന്തിരാങ്കാവിലെ ഗാർഹിക പീഡനം പരാതി. ആ പെൺകുട്ടിയുടെ പരാതി കേൾക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പോട് കൂടിയല്ലാതെ ഒരു മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അത് കേട്ടിരിക്കാൻ കഴിയില്ല. എന്നാലും ആ കേസിൽ രാഹുൽ വരനായിട്ടുള്ള പ്രതി അയാൾ ഒളിവിലാണ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ ഇടപെടാൻ പോകുന്നു. വനിതാ കമ്മീഷൻ ഉടൻ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ന്യൂസ് 18 വ്യക്തമാക്കിയിട്ടുണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പരിശോധിക്കുക. ഇന്ന് മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുന്നുണ്ട്. ഈ മിൽമ സമരം അത് ഒത്തുതീർപ്പായെങ്കിൽ പോലും പക്ഷെ പലയിടത്തും പാലെത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. അതിനിടെ ഇന്ന് ഗതാഗത മന്ത്രിയുടെ ചർച്ചയുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിഷേധത്തിനെതിരെ. അപ്പോൾ ചേംബറിലാണ്, വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ. ഇതിനിടയിലാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വേങ്ങൂർ എന്നൊരു പഞ്ചായത്തുണ്ട്. ആ വേങ്ങൂരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വന്നത്. ഏതാണ്ട് 180-ലേറെ ആളുകൾക്ക് മഞ്ഞപ്പിത്തമാണ്. അതിന് കാരണം അത് വാട്ടർ അതോറിറ്റി വഴി വന്ന വെള്ളമാണെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ അതൊക്കെ സ്ഥിരീകരണം പറയേണ്ടതുണ്ട്. എന്നാലും നിരവധിയായിട്ടുള്ള ഇത്തരം വാർത്തകളിലൂടെ ഇന്ന് മോർണിംഗ് വൈബ്സ് കടന്നുപോകും. ഒപ്പം ഒരുപാട് കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം. നമ്മൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വൈബ്സിലേക്ക്. ഞാൻ നേരെ പോവുകയാണ് പന്തീരാങ്കാവിലേക്ക്. അവിടെ നവവധുവിനെ പീഡിപ്പിച്ച കേസിൽ പ്രതി രാഹുലിനെതിരെ അന്വേഷണം പോലീസ് അത് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ഇന്നലെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ മർദ്ദനത്തിനിരയായ പെൺകുട്ടി പരാതി നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കുമാണ് പരാതി അയച്ചത്. പന്തീരാങ്കാവ് പോലീസ് ഈ വിഷയത്തിൽ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. പോലീസ് രാഹുലിനെതിരെ ചുമത്തിയത് നിസ്സാര വകുപ്പുകളാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. രാഹുൽ പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും പരാതിക്കാരി പറഞ്ഞു. എന്നാൽ ഈ പരാതിക്ക് ശേഷമാണ് പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. 11-ാം തീയതി രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. 1 മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ശ്രീധരൻ പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം. ആളിതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേ ദിവസം തന്നെ രാവിലെ രാഹുലിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പാടില്ല എന്താ സംസാരിച്ചെന്നുള്ളത്. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞത്? അപ്പം നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. ഇതെന്തോ മോനെ, എന്തോ മകന്റെ മനസ്സിലേക്ക് അമ്മ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് രാഹുൽ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതിന്റെ ആ ചൊരുക്കിൽ വന്നിട്ട് ഈ സ്ത്രീധനം, അപ്പൊ സ്ത്രീധനം തന്നെയാണ് സ്ത്രീധനം. കാരണം ഇതിനു മുന്നേയും അമ്മ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു, സ്ത്രീധനം ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, ഇതിൽ കൂടുതൽ തരുന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അമ്മ അനിയത്തിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എന്റെ ഫാമിലി ഇതൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻസ് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ രാഹുലിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തിയിരുന്നു. പോലീസ് രാഹുലിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഹുലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് എന്റെ കഴുത്തില് ചാർജറിന്റെ കേബിൾ വെച്ച് മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ന്യൂസ് ആ പരാതികളെല്ലാം അതിൽ നിന്നും അവര് സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ രീതിയിലല്ല, കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ CAയോട് എന്റെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഭാര്യ ഭർത്താവും തമ്മിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി ഉണ്ട്. നമ്മൾ പറഞ്ഞു പരാതി ഉണ്ട്, ഇത് കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ CA പറഞ്ഞത്, ഇത് എന്താണ് കേസുള്ളത്, നിങ്ങൾക്കറിയാവുന്ന ഏത് കേസാണ് ഇതിലുള്ളത്, ആ കേസ് എന്താണെന്ന് വെച്ചെടുക്കാം എന്നുള്ളത്. അപ്പൊ നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ്, എന്തെങ്കിലും കേസ് ഉണ്ടോ ഇതിന്, അങ്ങനെ ആ കേസ് എടുക്കാലോ എന്നുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് CAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ രക്ഷപ്പെടാൻ പല ഭാഗത്തുനിന്ന് ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല. കോണ്ടാക്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഫോൺ രാഹുലിന്റെ കസ്റ്റഡിയിലായിരുന്നു. എനിക്ക് ഒരു രീതിയിലും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. അതേസമയം പരാതി പരിശോധിച്ച ശേഷം അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതിദേവി ന്യൂസ് 18 പ്രതികരിച്ചു. ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു. അപ്പൊ ഞാൻ നോക്കിയിട്ട് ചെയ്യാം, അത് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറയാം.